നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിലെ സ്പാനിഷ് അതിർത്തി നഗരമായ സെബൂട്ടയിൽ അരങ്ങേറുന്നത് വൻ മനുഷ്യാവകാശ ദുരന്തവും ഗുരുതരവുമായ സുരക്ഷാ ഭീഷണിയുമാണെന്ന് പ്രമുഖ മാധ്യമത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. അതിർത്തി കടന്നെത്തിയ 98% കുടിയേറ്റക്കാരും മടങ്ങിപ്പോയെന്ന ഭരണാധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും വാദങ്ങൾ തെറ്റാണെന്നും 10,000-കണക്കിന് ആളുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇപ്പോഴും അവിടെ തങ്ങുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സെബൂട്ടയിലെ ഭീതിജനകമായ യാഥാർത്ഥ്യമാണ് പത്രം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ജൂലൈ അവസാനത്തോടെ മൊറോക്കോ അതിർത്തി വഴി 60,000-ഓളം ആഫ്രിക്കൻ കുടിയേറ്റക്കാരാണ് സെബൂട്ടയിലേക്ക് ഇരച്ചു കയറിയത്. നിലവിൽ 2,000 മുതൽ 5,000 വരെ വടക്കൻ ആഫ്രിക്കൻ സബ് സഹാറൻ വംശജരായ ആൺകുട്ടികളും യുവാക്കളും തിരികെ പോകാൻ കൂട്ടാക്കാതെ തെരുവുകളിലും കാടുകളിലും താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിലുമായി കഴിയുകയാണ്. ബജറ്റ് വിമാന കമ്പനികളുടെ ഹാൻഡ് ബാഗേജ് ചാർജ് വഴിയുള്ള ചൂഷണങ്ങൾക്ക് ഇനി അന്ത്യം. അടുത്ത വർഷം മുതൽ യൂറോപ്പിലുടനീളം വിമാനങ്ങളിലെ ഹാൻഡ് ലഗേജുകൾക്ക് ഒരൊറ്റ ഏകീകൃത നിയമം നടപ്പിലാക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സീറ്റിനടിയിലോ ഓവർഹെഡ് ലോക്കറിലോ വയ്ക്കുന്ന ചെറിയ ബാഗുകൾക്ക് അധിക തുക ഈടാക്കുന്ന വിമാന കമ്പനികളുടെ രീതിക്കാണ് ഇതോടെ പൂട്ട് വീഴുന്നത്. നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ചെറിയ വീലുള്ള സൂട്ട് കേസുകൾ ഉൾപ്പെടെയുള്ള ഒരു ഹാൻഡ് ലഗേജ് ഇനി മുതൽ ടിക്കറ്റ് നിരക്കിന്റെ ഭാഗമായി തന്നെ കണക്കാക്കും. ഇതിനായി പ്രത്യേകം തുക നൽകേണ്ടതില്ല. ബുക്കിംഗിന് മുമ്പ് തന്നെ ലഗേജ് നയവും ടിക്കറ്റിന്റെ പൂർണ്ണ തുകയും കമ്പനികൾ വ്യക്തമായി പ്രദർശിപ്പിക്കണം. യാത്രക്കാർക്ക് വ്യത്യസ്ത വിമാന കമ്പനികളുടെ നിരക്കുകൾ എളുപ്പത്തിൽ താരതമ്യം ചെയ്യാൻ ഇത് സഹായകമാകും. 10 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് യൂറോപ്യൻ കൗൺസിലും പാർലമെന്റും യാത്രക്കാർക്ക് അനുകൂലമായ ഈ തീരുമാനത്തിൽ എത്തിയത്. 2027 നിയമം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതോടെ യൂറോപ്പിൽ യാത്ര ചെയ്യുന്ന പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് യാത്രക്കാർക്ക് വൻ തുക ലാഭിക്കാൻ സാധിക്കും. ലോകപ്രശസ്തമായ ബെർലിൻ നൈറ്റ് ലൈഫും നൈറ്റ് ക്ലബ്ബുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ഡാൻസ് ഫ്ലോറുകളിൽ ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ക്ലബ്ബുകൾക്കുള്ളിലെ മദ്യവിൽപ്പനയും മറ്റു വരുമാനങ്ങളും കുത്തനെ ഇടിഞ്ഞതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വർദ്ധിച്ചു വരുന്ന വാടകയും ജീവനക്കാരുടെ ചെലവുകളും ക്ലബ്ബുകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ ആക്കിയിരിക്കുകയാണ്. ബെർലിൻ ക്ലബ്ബ് കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം ജനങ്ങളുടെ രാത്രികാല വിനോദശീലങ്ങളിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ വീണ്ടും രാജ്യത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ പദവിയിലേക്ക് തിരിച്ചെത്തുമോ? ചാൻസലർ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മെർക്കൽ ജർമ്മനിയുടെ അടുത്ത ഫെഡറൽ പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യത ഉള്ള വനിതയാണെന്ന് പുതിയ സർവേ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എർട്ടയൽ NTV നടത്തിയ ഏറ്റവും പുതിയ ഫോർസ സർവേ പ്രകാരം പങ്കെടുത്തവരിൽ 47% ആളുകളും മെർക്കലിനെ അടുത്ത ഫെഡറൽ പ്രസിഡന്റ് ആക്കാൻ അനുയോജ്യയാണെന്ന് അഭിപ്രായപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയറുടെ കാലാവധി 2027 അവസാനിക്കാനിരിക്കെയാണ് പുതിയ ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നത്. മെർക്കലിന്റെ സ്വന്തം പാർട്ടിയായ CDU-CSU അനുകൂലികളിൽ 55% പേരും ഗ്രീൻ പാർട്ടി അനുഭാവികളിൽ 75%വും സോഷ്യൽ ഡെമോക്രാറ്റുകളിൽ 55% പേരും മെർക്കലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD അനുകൂലികളിൽ പോലും 23% പേർ മെർക്കലിന്റെ സ്ഥാനാർത്ഥിത്വത്തെയാണ് അനുകൂലിക്കുന്നത്. ജർമ്മനിയുടെ സ്റ്റാർട്ടപ്പ് മേഖല പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. $1 ബില്യൺ അതിലധികമോ മൂല്യമുള്ള സ്വകാര്യ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ ജർമ്മനി യൂറോപ്യൻ യൂണിയനിൽ 1ാം സ്ഥാനത്തെത്തി. രാജ്യത്ത് നിലവിൽ 38 യൂണിക്കോൺ കമ്പനികൾ ഉണ്ടെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ ഈ നേട്ടത്തിൽ ജർമ്മനിക്ക് 5ാം സ്ഥാനമാണുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ജർമ്മനിയുടെ ഈ മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ്. സാങ്കേതികവിദ്യ, കൃത്രിമ ബുദ്ധി, ഫിൻടെക്, ഹെൽത്ത് ടെക്, ഗ്രീൻ ടെക് തുടങ്ങിയ മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ വൻതോതിൽ വളർന്നു വരുന്നതാണ് ജർമ്മൻ സ്റ്റാർട്ടപ്പ് രംഗത്തെ ഈ കുതിച്ചുചാട്ടത്തിന് കാരണം. ജർമ്മൻ സാമ്പത്തിക വ്യവസ്ഥ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് സ്റ്റാർട്ടപ്പ് മേഖലയുടെ ഈ മികച്ച മുന്നേറ്റം. മലയാളി വൈദിക വിദ്യാർത്ഥി ഓസ്ട്രിയയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പെരുമ്പല്ലൂർ പൊതൂർ ഷാജൻ മാത്യു റെജി ദമ്പതികളുടെ ഏക മകൻ ബ്രദർ മാത്യൂസ് പൊതൂർ എന്ന 33-കാരനാണ് ഓസ്ട്രിയയിലെ ലിൻസിൽ വെള്ളിയാഴ്ചയുണ്ടായ കാർ അപകടത്തിൽ മരിച്ചത്. ജർമ്മനിയിൽ വൈദിക പഠനത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്ന മാത്യൂസ് വൈദിക പരിശീലനത്തിന്റെ ഭാഗമായി ഓസ്ട്രിയയിലെ ലിൻസിലെ ദേവാലയത്തിൽ PRO ആയി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാൻ
എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാതാവ് റെജി കാലടി ചേരാനെല്ലൂർ ചിറ്റൂപ്പറമ്പിൽ കുടുംബാംഗം. അപകടവുമായി സംബന്ധിച്ച ഓസ്ട്രിയൻ ദിനപത്രം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓസ്ട്രിയയിലെ അപ്പർ ഓസ്ട്രിയ സംസ്ഥാനത്തുള്ള ആഷാഹ് അൻഡർ ഡോണാവുവിൽ ഭീകരമായ വാഹനാപകടത്തിലാണ് 33-കാരനായ മാത്യൂസ് മരിച്ചത്. കാണാതായി 1.5 ദിവസത്തിന് ശേഷം ശനിയാഴ്ച രാവിലെയോടെയാണ് തകർന്നടിഞ്ഞ കാറിനുള്ളിൽ നിന്നും മൃതദേഹം കണ്ടെത്താനായത്. അപകടം നടന്നത് ഓഗസ്റ്റ് 7-നാണ്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നതെന്നാണ് അനുമാനിക്കുന്നത്. എഫർഡിംഗ് ജില്ലയിൽ താമസക്കാരനായ മാത്യൂസ് സഞ്ചരിച്ചിരുന്ന വാഹനം ആഷാഖ് പവർ പ്ലാന്റിന് സമീപമുള്ള തെക്കൻ ഡാന്യൂബ് തീരത്തെ സ്പോർട്സ് പ്ലേസിന് അടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെറിച്ചു പോവുകയായിരുന്നു. ഒരു മരത്തിലും തട്ടാതെ രക്ഷപ്പെട്ട വാഹനം സമീപത്തുണ്ടായിരുന്ന മൺകൂനയിലേക്ക് ഇടിച്ചു കയറി മുകളിലേക്ക് തെറിക്കുകയും പലതവണ മറിയുകയും ചെയ്തു. അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ എഞ്ചിൻ ബ്ലോക്ക് പോലും പുറത്തേക്ക് തെറിച്ചു വീണു. മൺകൂനയ്ക്ക് പിന്നിലേക്ക് വീണതിനാൽ റോഡിലൂടെ പോകുന്നവരുടെ ശ്രദ്ധയിൽ പെടാതിരുന്നതാണ് അപകട വിവരം പുറത്തറിയാൻ വൈകിയത്. കണ്ടെത്തിയത് സൈക്കിൾ യാത്രക്കാരിയാണ്. വെള്ളിയാഴ്ച രാവിലെ 10:30 ഇതുവഴി കടന്നുപോയ ഒരു സൈക്കിൾ യാത്രക്കാരിയാണ് കാറിന്റെ അവശിഷ്ടങ്ങൾ കണ്ട് പോലീസിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും റിപ്പോർട്ട് പ്രകാരം മാത്യൂസ് സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് ക്രെയിൻ ഉപയോഗിച്ചാണ് തകർന്നടിഞ്ഞ വാഹനം മാറ്റി മൃതദേഹം പുറത്തെടുത്തത്. സംഭവത്തിൽ മറ്റു വാഹനങ്ങളോ വ്യക്തികളോ ഉൾപ്പെട്ടിട്ടില്ലെന്നും നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നുമാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഓസ്ട്രിയൻ പത്രത്തിലുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ അതേപടി വിശദീകരിച്ചത്. വൈദിക വിദ്യാർത്ഥിയായ മാത്യൂസിന്റെ അകാല നിര്യാണത്തിൽ പ്രവാസി ഓൺലൈൻ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം പരേതന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു. ഇറ്റലിയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഗാർഡ തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് വൻ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ഇതേ തുടർന്ന് 100 വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിച്ചു. ടിഗ്നാലെ മുനിസിപ്പാലിറ്റിയിലെ ബൊൽസാനോ മേഖലയുള്ള വനപ്രദേശത്താണ് വെള്ളിയാഴ്ച രാത്രിയോടെ അതിശക്തമായ തീപിടുത്തം ഉണ്ടായത്. ഇറ്റലിയിൽ തുടരുന്ന കടുത്ത ഉഷ്ണരംഗവും വരൾച്ചയുമാണ് കാട്ടുതീ പടരാൻ പ്രധാന കാരണം. രാജ്യത്തെ ഏറ്റവും നീളമേറിയ പോ നദിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുകയും ചെയ്തു. ദുബായിൽ നിന്ന് ന്യൂകാസിലേക്ക് പോയ എമിറേറ്റ്സ് വിമാനത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മലയാളിക്ക് ശിക്ഷ വിധിച്ച് UK കോടതി. ബ്രിട്ടോ ലോറൻസ് എന്ന 27-കാരനാണ് കോടതി 18 മാസത്തെ കമ്മ്യൂണിറ്റി ഓർഡർ ശിക്ഷ വിധിച്ചത്. UK-യിലെ മിഡിൽസ്ബോറോയിൽ താമസിക്കുന്ന ലോറൻസിന് 180 മണിക്കൂർ ശമ്പളമില്ലാത്ത സാമൂഹിക സേവനവും കോടതി ചെലവുകളും വിക്ടിം സർചാർജ് ഉൾപ്പെടെ 914 പൗണ്ട് അടയ്ക്കാനും ന്യൂകാസിൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു. 2025 ജൂൺ 25-നായിരുന്നു സംഭവം. ദുബായിൽ നിന്ന് ന്യൂകാസിലേക്കുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ ലോറൻസ് ഒരു അമ്മയ്ക്കും അവരുടെ കുഞ്ഞിനും സമീപമാണ് ഇരുന്നത്. കുഞ്ഞിന് ഭക്ഷണം നൽകുന്നതിനായി അമ്മ എഴുന്നേറ്റപ്പോഴാണ് ലോറൻസ് തന്റെ തനിനിറം കാണിച്ചത്. സംഭവത്തിന്റെ സ്വഭാവം മനസ്സിലായതോടെ വിമാന ജീവനക്കാരെ വിവരം അറിയിക്കുകയും ചെയ്തു. വിമാനം ന്യൂകാസിൽ വിമാനത്താവളത്തിൽ എത്തിയതിനു പിന്നാലെ നോർത്ത് കുംബ്രിയ പോലീസ് ലോറൻസിനെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടോ ലോറൻസ് ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫുഡ് സയൻസിൽ മാസ്റ്റർ ബിരുദവും നേടിയിട്ടുള്ള ആളാണ്. ബയോടെക്നോളജി മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്കുള്ള വിസ ലഭിക്കാത്തതിനാൽ നടൻ മോഹൻലാലിന്റെ സിഡ്നി ഷോ മാറ്റിവെച്ചു. മോഹൻലാൽ ഒഴികെയുള്ള താരങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു. ഗായിക KS ചിത്ര, മനോജ് K ജയൻ അടക്കമുള്ളവർ എത്തിയെങ്കിലും മോഹൻലാലിന് വിസ ലഭിച്ചിരുന്നില്ല. വിസ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മാറ്റിവെച്ച ഷോ മറ്റൊരു ദിവസം ഉണ്ടാകുമെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മോഹൻലാലിന്റെ പ്രതികരണം. സിംഗപ്പൂരിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പറക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ സംഘത്തിലെ മറ്റെല്ലാവർക്കും വിസ ലഭിക്കുകയും ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ വയർ എന്ന വാർത്താ മാധ്യമമാണ് പുറത്തുവിട്ടത്. മുജ്തബ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തകൾ ഇറാന്റെ ഭരണതലപ്പത്ത് സജീവമാണെന്ന് വാർത്താ ഏജൻസിയായ ANI-യും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ സംയുക്ത വ്യോമ ആക്രമണത്തിനിടയിലാണ് മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ മുജ്തബ ഖമനേയിക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ആകൃതിക്ക് മാറ്റം വരികയും ചെയ്തിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.